എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന DLS ആണ് ഗൈസ്. DLS വെച്ചാൽ ഡ്രീം ലീഗ് സ്കോർ ഗൈസ്. അപ്പം നമ്മളെന്തായാലും അൽനസറാണ്. അൽനസർ കണ്ടാൽ പറയരുത്, ഞാൻ ജസ്റ്റ് ഒന്ന് പേര് മാറ്റിയെന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ഒരു ഗെയിം കളിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും കളി തുടങ്ങിയിട്ടുണ്ട്. ഏതാ ടീം? ഞാൻ നേരത്തെ പേര് വെക്കണമായിരുന്നു. എന്തുണ്ടായി? എടാ പോടാ എൻ്റെ ഓനെ എടുക്ക് എടാ എൻ്റെ ഓനെ സ്കില്ലേക്ക്. ഫേസ് വീഡിയോ കാണുന്നവർ എല്ലാവരും ഇപ്പം തന്നെ ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഗൈസ്. അതന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് കാണാൻ ബാക്കി കാര്യം. അയ്യോ എടാ ജസ്റ്റ് മിസ്സടാ. എടാ അത് ചീറ്റിങ്ങാടാ. താണ്ടാവാ എൻ്റെ ടീമിന്. അതങ്ങനെ അത് ഫൗൾ. ഇതുവരെ ഒരു ഗോൾ അടിച്ചിട്ട. പെട്ടെന്ന് ഇതവിടെയൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഓനെ. ഇവിടെ അടിക്കാം. പിന്നെ താണ്ടോ അവൻ്റെ കയ്യിൽ എടുക്കുക. അതന്നെ ഇവിടെ കൊടുക്ക്. പിന്നെ താണ്ട ഉള്ളിലൊരുത്തൻ. എടാ ജസ്റ്റ് മിസ്സിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചതിയായിരുന്നു. എൻ്റെ അമ്മ ഗോളിലയിൽ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും കാണുന്നില്ല, അത് ചെറുതായിട്ട് കാണുന്നു. അതുകൊണ്ട് എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കണം, ആരുള്ളിലുണ്ട് ആര് പുറത്തുണ്ട് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. അല്ല പിന്നെ നമ്മളോളി അയ്യോ ഷടാ മാറാ അവിടുന്ന്. അത് ഓഫ് സൈഡ് അല്ലേ? എനിക്ക് തോന്നി അത് ഓഫ് സൈഡ് വിളിക്കുന്നെനിക്ക് തോന്നി. ഇപ്പോൾ ഞാനിത് ഫോണിലാണ് കളിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ലാസ്റ്റ് ഇത് PC ആണെന്നൊന്നും വിചാരിക്കണം. എന്തായാലും ഇത് ഫോണാണ്. അല്ല എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇതെന്തായാലും ഫോണാണെന്ന്. കാരണം PC നമ്മൾ ഈ ഒരു ബട്ടൺസ് ഒന്നും കാണാൻ പറ്റില്ല, ഫോണിൽ കാണാൻ പറ്റും. എടാ മാറിപ്പോടാ കളിയാ. പാസ് ഓർഡർ കളിയാ. എടാ പാസ് കൊടുത്ത് കളിയാതി. എൻ്റെ മോനെ എന്ത് കിടുവാടാ. ഓഫ് സൈഡ് അല്ലാട്ടാ. ചേടാ ഞാൻ എന്തായാലും സീനില്ല, ഒരു ഗോള് മതി. ഞാൻ അങ്ങോട്ട് കൊടുത്ത് അവിടെ ആരില്ലല്ലോ എടുക്കാൻ. ഹാഫ് ടൈം ആയി ഗൈസ്. കളി കുന്തം ഗൈസ്. നിങ്ങളിത് മൈൻഡാക്കണ്ട, സ്കിപ്പ് ചെയ്ത് പോയിക്കോ. ഇത് നെറ്റ് ഓണില്ലോട്ടോ കേട്ടോ. ഇത് നെറ്റില്ലാണ്ട് കളിക്കാൻ പറ്റും. ഞാൻ പിന്നെ നെറ്റ് ഓണാക്കി കളിക്കുന്നതെന്നാലും ഒരു സുഖത്തിന്. എന്തായാലും ഇത് നെറ്റിൽ കളിക്കാൻ പറ്റും, നല്ല ഗെയിമാണ്. നിങ്ങളുടെ വീട്ടിൽ കേരള വിഷൻ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഗൈസ്, നെറ്റിൽ ഏത് ഗെയിമും കളിക്കാം. ഇന്ന് രാവിലെ ആയിട്ടും കണക്ഷൻ പോയിരുന്നു, കേരള വിഷൻ്റെ കണക്ഷൻ പോയി. എടാ എൻ്റെ മൂലക്കിട് പാസ്. ഇതൊക്കെ എങ്ങനെ കൊടുക്കുന്നത് എനിക്ക് പറ്റുന്നില്ലല്ലോ. എന്തൊക്കെ പിടിച്ച് നോക്കിയാലും അങ്ങനെ പോവില്ല. അതാണ്ട് പോയി. അതാ പറഞ്ഞേ ഇവരൊക്കെ ഇത് എങ്ങനെ കൊടുക്കുന്നുണ്ടോ. എടാ ജസ്റ്റടാ എൻ്റെ മോനെ. സ്റ്റാക്കിംഗ് ടു ദ ഒലക്കര മൂട ചെറിയ ഓഫ് സൈഡ് കുന്തും അതുപോലും വിളിക്കൂ ഈ റഫറിയുടെ. ഈ റഫറിക്ക് എന്തുവാടാ. എൻ്റെ കൈ പോയി. റഫറിക്ക് ഒരു ഓഫ് സൈഡ് വിളിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലാന്ന് തോന്നുന്നു കേട്ടോ. എടാ പോടാ. സീനില്ല, എന്തായാലും അടിക്കാം. ഡ്രൗള് ഇത് കോച്ചെന്ന് കാണിക്കാൻ നിൽക്കും തിരിയുന്നില്ല. ചൂടത്തെ ജാക്കറ്റെല്ലാം ഇട്ടിട്ട് വന്നിന്. കോച്ചിന് പ്രാന്താണ് ഈ ചൂടത്ത് ജാക്കറ്റ് ഇട്ടിട്ട് വരാൻ. എങ്ങനെ ഇരിക്കുന്നുണ്ടോ.
അത് ഈ ചൂടത്ത് ജാക്കറ്റൊക്കെ എൻ്റെ മോനെ ജസ്റ്റാടാ കൃത്യ ഒരു കാലിലേക്ക് പോയി ഓട്. അവിടെ വെറുതെ നോക്കിണ്ടായി, അവൻ അറിയില്ലായിരുന്നു അതെന്താ നേരെ വന്നതെന്ന്. ഇതാ ഉള്ളിൽ ഞാനത് ഓഫ് സൈഡ് പോലുമല്ല. അല്ലയോ നമ്മളോട് ആയി അതെങ്കിലും നമ്മളടിച്ച് 79 എൻ്റെ ഈ മിനിറ്റാണോ സെക്കൻഡാണോ നമുക്ക് സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഓടേണ്ട സ്പീഡിലാണ് ഇവർ ടൈം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടുന്ന സ്പീഡിലോ പക്ഷേ ഒരു ബോളിൻ്റെ സ്പീഡിലായിട്ട് ഇവർ കണക്കൂട്ടുന്നത്. ഈ എൻ്റെ അമ്മ അവർ എന്തായാലും ഒരു ഗോൾ പോലും അടിക്കില്ല. പിന്നെന്താ ഒരു സീനും ഇല്ല. ഒരു ഗോൾ പോലും അടിക്കാത്തവർക്ക് പിന്നെന്ത് സീൻ? ഇതൊക്കെ സാധാരണ എളുപ്പമായിട്ടരാ നമ്മൾ ഫെൽക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ 89 90 ഇപ്പം തന്നെ ആവും. എക്സ്ട്രാ ടൈം തരും ഗൈസ്. കണ്ട 2 എൻ്റെ ഒന്ന് എൻ്റെ മോനെ ഞാൻ ടൈം നോക്കി കൊണ്ടുണ്ടായി തന്നാണേ കാലിലേക്ക് പോകുന്നു. എൻ്റെ മോനെ ക്രോസ് പോസ്റ്റുണ്ട് ഉള്ളു കയറി. ഓഹ് ഓക്കെ ഫുൾ ടൈം ജയിച്ചീസ്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ.